ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും ജുബീസ് വണ്ടർ വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു സ്നാക്ക് ഐറ്റംസുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അതിനാവശ്യമായ ചേരുവകൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 10 മുട്ടയാണ്. കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ് 10 മുട്ട എടുത്ത്. പിന്നെ പൊടിച്ച പഞ്ചസാര, 1 കപ്പ് പഞ്ചസാര പൊടിച്ച് വെച്ചതാണ്. അത്രയൊന്നും ആവശ്യം വരില്ല, നമ്മളെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ആദ്യം ഈ മുട്ട നന്നായി മിക്സ് ചെയ്യുക. ഒരു സ്പൂണോ ഫോർക്കോ ഒക്കെ വെച്ച് മിക്സ് ചെയ്താൽ മതി, അല്ലാതെ ബീറ്ററും ബിസ്കിറ്റൊന്നും ആവശ്യമില്ല. പതപ്പിച്ചെടുക്കാൻ പാടില്ല, ഈ പഞ്ചസാരയിട്ട് ഒന്ന് മിക്സ് ആവുക, അത്രയും മതി. കുറച്ച് പഞ്ചസാര കുറേശ്ശെയായി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. ഒരുപാട് കിണ്ണത്തപ്പം കഴിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു കിണ്ണത്തപ്പത്തോളം ടേസ്റ്റ് എനിക്ക് വേറൊന്നിനും തോന്നിയിട്ടില്ല. നല്ല ടേസ്റ്റാണ്. കുറച്ചുകൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ സ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു നുള്ളു ഉപ്പ്. ഏതൊരു വിഭവത്തിലും ഏത് സ്വീറ്റ് ആണെങ്കിലും അതിലൊക്കെ ഒരിത്തിരി ഉപ്പൂട് ചേരുമ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് വരുള്ളൂ. അതുകൊണ്ടാണ് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക, കൂടുതലാവണ്ട. ഇനി ഒരു പാത്രം എടുത്തിട്ട് അതിനകത്ത് നെയ്യ് തടവി കൊടുക്കുക. നമ്മൾ ഈ കൂട്ട് ഒഴിച്ചെടുക്കുമ്പോൾ എത്രത്തോളം ഹൈറ്റിൽ വരും എന്ന് വെച്ച് ഏകദേശം ഒരു കണക്കിന് നെയ്യ് ചേർത്ത് അതിന് നന്നായി പുരട്ടി കൊടുക്കുക. അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് നമ്മൾ കുക്കറിൽ ഇറക്കി വെച്ചിട്ടാണ് ചെയ്യാം. അപ്പോൾ ആ കുക്കറിനകത്ത് പാകാവുന്ന ഒരു പാത്രത്തിൽ വേണം ഇത് ചെയ്യാൻ. എന്നിട്ട് ആ പാത്രത്തിലേക്ക് ഈ കൂട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി കുക്കറിൽ സ്റ്റവ് കത്തിച്ച ശേഷം അതിനകത്തേക്ക് ഒരു ചെറിയ സ്റ്റാൻഡ് ഇറക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ഈ പാത്രം വയ്ക്കുക. അത് നന്നായിട്ട് മൂടി വയ്ക്കുക. അകത്തേക്ക് വെള്ളം ഇറങ്ങാൻ പാടില്ല. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ 1 വിസിലും മീഡിയം ഫ്ലെയിമിൽ 3 വിസിലും ആവുന്നവരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം കുക്കർ തുറന്ന് നോക്കുക. വിസിൽ പോയി കുറച്ച് കഴിഞ്ഞിട്ട് തുറന്നാൽ മതി. അപ്പോൾ കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ മതി, മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ. എന്നിട്ട് കുറച്ച് ടൈം കഴിഞ്ഞിട്ട് തുറന്നാൽ മതി. ഇനിയൊരു വേറെ പാത്രത്തിലേക്ക് അത് കൊട്ടിയെടുക്കുക. അടിയിലൊന്നും പിടിച്ചിട്ടൊന്നുമില്ല. നല്ല സോഫ്റ്റ് കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട്. നല്ലൊരു സ്നാക്കാണിത്. ഇതെല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക.